ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കറിയാണ്. അതിനുവേണ്ടി ഞാനിത് ഇവിടെ 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട ശേഷം അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി ഇടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1-1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഗരം മസാല, ഒരു 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് മിക്സാക്കി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് കുഴച്ച് മിക്സാക്കാം. നന്നായി ഒന്ന് കുഴച്ച് മിക്സാക്കി കൊടുക്കുക. ഇറച്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാലക്കൂട്ട് പിടിച്ചിരിക്കണം. അപ്പോൾ ദാ നമ്മളെ ബീഫിൽ ഞാൻ നന്നായിട്ട് മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1-1.5 ഗ്ലാസോളം വെള്ളം കൂടാൻ പാടില്ല. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സാണ് ഒഴിച്ചിട്ടുള്ളൂ. 1/2 ഗ്ലാസ് ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ആ വെള്ളത്തിനോട് നന്നായി ഒന്ന് വെള്ളവും കൂട്ടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒക്കെ മസാല എത്തും പോലെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മളൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോ ഇറച്ചിക്ക് ഓരോ വേവാണല്ലോ, അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫൊക്കെ നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു കുക്കറിൽ ഒരു 5 വിസിൽ ആയപ്പോഴാട്ടോ ഇത് വെന്ത് വന്നത്. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കറിയുടെ പരിപാടി നോക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ സവോള നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. തീ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ബീഫ് വേവിക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മസാലകൾ ഇട്ടതാണ്, അതുകൊണ്ട് ഇതിൽ നോക്കിയിടുക. 2-2.5 സ്പൂണോളം മല്ലിപ്പൊടി, കാരണം മല്ലിപ്പൊടി എപ്പോഴും ഇറച്ചിക്ക് നമ്മൾ കൂടുതൽ ഇടുമല്ലോ. ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ടാണ് സിമ്മിലും ഇടണം കേട്ടോ തീയെ. അതിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി. ഇതൊക്കെ നമ്മൾ ഇറച്ചി വേവിക്കുന്നതിൽ ഇട്ടതാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് ഈ എണ്ണയിലൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം.
അപ്പോൾ ഇതാ നമ്മളെ മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച്, ഒരുപാട് ഒഴിക്കരുത്, കുറച്ച് ബീഫ് വേവിച്ച ആ വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. മതി. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയും മസാലയും അതുപോലെ ആ ബീഫിൻ്റെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് തീയെ വളരെ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി കൊടുക്കാം. തീ ഒരിക്കലും കൂടിപ്പോകരുത്, സിമ്മിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിൻ്റെ മൂടി മാറ്റാം. അപ്പോൾ ഇതാ നന്നായി ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ആക്കുക. നേരത്തെ വേവിച്ച് വെച്ച് അത്ര ബീഫ് ഇല്ല കേട്ടോ, കുറച്ചായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബീഫ് മാറ്റി വെച്ചതാണ് വേവിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ച് കുറഞ്ഞിട്ട് ഒരു 1/2 കിലോനോളം ആയിട്ടുണ്ട്. 1/2 കിലോനല്ല, ഒരു 3/4 കിലോനോളം ബീഫായിട്ടുണ്ട്. മസാലയിലൊക്കെ നമ്മളൊന്ന് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ച ബാക്കി വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഇതിൻ്റെ മേലെ കൂടി ഒഴിച്ച് കൊടുക്കാം. തീ കൂട്ടി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാരണം നമ്മൾ ബീഫിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടാണല്ലോ നമ്മൾ വേവിച്ചത്. ഉപ്പ് കുറവാണ്, നമ്മുടെ ചാറിനും നമുക്ക് ഉപ്പ് വേണമല്ലോ. നമുക്ക് അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മേലെ കൂടി 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് മൂടിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ വെക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രേവി ഇനിയും കൂട്ടേണ്ടവർക്ക് കൂട്ടാം. ഞാൻ ഇത്ര ഗ്രേവിയിലാണ് ആക്കുന്നത്. ഇനിയും ഒരുപാട് ഗ്രേവി വേണമെന്നുള്ളവർക്ക് അങ്ങനെ ആക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ബീഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കൂടെ ഓർമ്മ വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ സ്വന്തം പൊറോട്ട. അപ്പം ഞാനിന്നിവിടെ ബീഫ് കറി കൊടുക്കാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെയാണ്. എന്തായാലും പൊറോട്ടയുടെ ചപ്പാത്തിയിലൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ ഒന്ന് പ്രസ് ചെയ്യുക. താങ്ക് യു.